അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അള്ളാഹുവിൻ്റെ പ്രവാചകൻ കൊണ്ടുവന്ന പരിശുദ്ധമായ ഖുർആൻ ഉണ്ടല്ലോ, ആ ഖുർആനിനെ ബഹുമാനിക്കണേ, അതിനെ ആദരിക്കണേ, അതിനെ സ്നേഹിക്കണേ, അതിന് കൊടുക്കേണ്ട പരിഗണന കൊടുക്കണേ. അത് നബിതങ്ങളോടുള്ള മഹബത്തിന്റെ അടയാളമാ, അതാണ് നബിതങ്ങളോടുള്ള ഇഷ്ടത്തിന്റെ ഒരടയാളമതാ. രണ്ട്, പെങ്ങളെ നബിതങ്ങളെ ഇഷ്ടപ്പെടണേ ഉമ്മാ. മുത്തുനബിയോട് വല്ലാത്ത സ്നേഹമായിരിക്കണം. പ്രവാചകനെ നമ്മുടെ ജീവന്റെ ജീവനക്കാര് സ്നേഹിക്കണം. അള്ളാഹുവിന്റെ റസൂലിനോട് വല്ലാത്ത സ്നേഹം. വാപ്പയെക്കാല്, ഉമ്മയെക്കാല്, ഭാര്യയെക്കാല്, മക്കളെക്കാല്, സ്വന്തം ജീവനക്കാല് അള്ളാഹുവിന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഉമർ തങ്ങളോട് പറഞ്ഞു കൊടുത്തല്ലോ, ഉമറേ, എന്റെ ജീവനക്കാൽ നീ എപ്പോഴാണോ എന്നെ ഇഷ്ടപ്പെടുന്നത്, നിന്റെ ജീവനക്കാൽ എപ്പോഴാണോ നീ എന്നെ ഇഷ്ടപ്പെടുന്നത്, അപ്പോഴാണ് നീ ഒരു യഥാർത്ഥ വിശ്വാസിയാകുന്നതെന്ന് നബിതങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, അള്ളാഹുവിന്റെ പ്രവാചകന ഹൃദയത്തിന്റെ ഉള്ളറയിലെ രാജകുമാരനാക്കുമോനെ, റോൾ മോഡലാക്കുമോനെ. നബിതങ്ങളെ വല്ലാതെ ഇഷ്ടപ്പെടുന്ന ചെറുപ്പക്കാരാ, അള്ളാന്റെ റസൂലിനെ ഇഷ്ടപ്പെട്ടിരുന്നത് സ്വഹാബത്തിന്റെ ചരിത്രമാണല്ലോ. സൗബാൻ എന്ന് പറയുന്ന ചെറുപ്പക്കാർ ഒരിക്കൽ നബിതങ്ങളുടെ മുമ്പിലൂടെ സൗബാൻ ഇങ്ങനെ നടന്നു പോവുകയാണ്. യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന സൗബാൻ എന്ന് പറയുന്ന സുന്ദരനായ ചെറുപ്പക്കാർ നബിതങ്ങളുടെ മുമ്പിലൂടെ നടക്കുമ്പോ അള്ളാന്റെ റസൂലിന്റെ കണ്ണ് നിറയുകയാണ്. കാരണം എന്തേ കന്നറിയുമോ? കരയാനുള്ള കാരണം എന്തെന്നറിയുമോ? എല്ലും തോലുമായിരിക്കുകയാണ്. കണ്ണു കുഴിഞ്ഞു പോയി എല്ലും തോലുമായി മാരക രോഗം പിടിച്ച ഒരു മനുഷ്യനെ പോലെ ആ സുന്ദരനായ ചെറുപ്പക്കാരനങ്ങ് മാറിയിരിക്കുകയാണ്. അള്ളാന്റെ റസൂല് ചോദിക്കുന്നു, സൗബാ, എന്തു പറ്റിയ സൗബാൻ, നിനക്ക് വല്ല രോഗവുമുണ്ടോ സൗബാൻ? ഇല്ല നബിയേ, എനിക്കൊരു രോഗവുമില്ല നബിയേ, എനിക്കൊരു അസുഖവുമില്ല നബിയേ. പിന്നെ എന്തേ നീ ഇങ്ങനെയായത്? ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ. അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്തേ കാരണം? ടെൻഷനാ നബിയേ, ടെൻഷനാ നബിയേ. അള്ളാന്റെ റസൂല് ചോദിച്ചു, എന്തേ ഇത്ര വലിയ ടെൻഷൻ? എന്തേ? സൗബാനിന്റെ മറുപടി എന്തെന്നറിയോ? യാ റസൂലല്ലാഹ്, അങ്ങയുടെ മുമ്പിലിരിക്കുമ്പോ, അങ്ങയെ കാണുമ്പോ, അങ്ങയുടെ കൂടെ നടക്കുമ്പോ എനിക്കൊരു ടെൻഷനുമില്ല, ഒരു സങ്കടവുമില്ല. അങ്ങയെ കാണാതെ വന്ന വല്ലാത്ത ബേജാറാണ് നബിയേ. ഭക്ഷണം കഴിക്കാൻ പറ്റുന്നില്ല നബിയേ, ഉറങ്ങാൻ പറ്റുന്നില്ല നബിയേ. ഒന്ന് കാണാതെ വന്നപ്പോ ഇത്രയും ടെൻഷനാണ്. സൗബാനിന്റെ ടെൻഷൻ എന്തെന്നറിയുമോ? അള്ളാഹുവിന്റെ റസൂല് നാളെ പരലോകത്ത് വരുമ്പോ എന്നെ തിരിച്ചറിയുമോ അല്ലാ? ഇനി എനിക്ക് റബ്ബ് സ്വർഗം തന്നാലും ഞാൻ ഏറ്റവും മടിയിലും നബിതങ്ങൾ ഏറ്റവും ഉയർന്ന പദവിയിലാണല്ലോ. ആ ചെറുപ്പക്കാരന്റെ ടെൻഷൻ എന്താ? നാളെ സ്വർഗത്തിൽ പോയാ ഞാൻ ഏറ്റവും താഴെയും നബിതങ്ങൾ മുകളിലും ആയിരിക്കും, എനിക്ക് കാണാൻ പറ്റില്ലല്ലോ. ആ ടെൻഷൻ കാരണമാണ് ആ സ്വഹാബി എല്ലും തോലുമായി പോയത്. അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു നമുക്ക് ഈമാൻ തരുമാറാകട്ടെ. നമുക്ക് വല്ല ടെൻഷനും ഉണ്ടോ? നമുക്കാകെ റബീഉൽ അവ്വൽ 1 മുതൽ 12 വരെ എന്തെങ്കിലുമൊക്കെ ചെയ്യുക, മൂല് തോതുക, എന്നിട്ട് മടക്കി വെക്കുക. വർഷത്തിൽ 12 ദിവസം ആണ്ട് നടത്തുന്നത് പോലെയുള്ളതല്ല ആത്മാർത്ഥ സ്നേഹം. അത് മരണം വരെ ഉണ്ടാകണം. അള്ളാഹു നമുക്ക് ഭാഗ്യം തരുമാറാകട്ടെ. അത് മരണം വരെ ഉണ്ടാകണം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. നബിതങ്ങൾ നമ്മളെ കാണാൻ വരണം. നമ്മൾ മരിക്കുമ്പോൾ നബിതങ്ങൾ നിങ്ങളുടെ അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സാന്നിധ്യത്തിൽ വെച്ച് വേണം നമുക്ക് മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. ഒരുപാട് മുത്തുനബി അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹിൻ്റെ റസൂലിനെ നമ്മൾ സ്നേഹിച്ചാൽ, ആ നബിതങ്ങളെ സ്നേഹിക്കുമെങ്കിൽ നിന്റെ മരണസമയത്ത് നബിതങ്ങൾ വരും. മരിക്കുന്നതിന് മുമ്പ് നബിതങ്ങളെ കാണാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. അള്ളാഹു കാണാൻ ഭാഗ്യം തരുമാറാകട്ടെ. അതിന് നീ തലകുത്തി മറിയണ്ട. ആ നബിതങ്ങളെ ഒന്ന് സ്നേഹിച്ചാൽ മതി. സാമ്പത്തിക സഹായമൊന്നും വേണ്ട.